ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് ചെയ്താലോ? അപ്പോൾ മദേഴ്സ് ഡേ ആവാറായിട്ടുണ്ട്. അന്ന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോസാണ് വേണ്ടത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ചേർന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്താണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതിന് 2 ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 ഫോട്ടോസ് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുമേലായിട്ട് കംപ്ലീറ്റ് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കിയപ്പോൾ പെയിൻറ്റ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. 2 കളറിലെ ഫോം ഷീറ്റാണ് വേണ്ടത്. ഞാനിപ്പോൾ റെഡും പിന്നെ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ 2 കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഗ്രീനിന് പകരം സിൽവർ കളർ കിട്ടാമെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും എന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് കളർ ഫോം ഷീറ്റിലായിട്ട് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗ്രീൻ കളറിൽ നിന്നായിട്ട് ലെറ്റേഴ്സ് എഴുതിയിട്ട് ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എം എന്നുള്ള ലെറ്ററാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എം എന്നുള്ള ലെറ്റർ എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ മോം എന്നുള്ള ഒരു വേർഡായിട്ട് മാറും. ഇനി അതിൽ നമുക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ യു ആർ ഓൾവേസ് വിത്ത് മീ ലൈക്ക് എ ഹാൻഡ് പ്രിൻറ്റ് ഓൺ മൈ ഹാർട്ട് ആ ഒരു കോട്ടാണ് എഴുതിയെടുത്തേക്കുന്നത്. ആദ്യം പെൻസിൽ വെച്ച് എഴുതിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. കാണാനായിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ആ കോട്ട്സ് എഴുതി കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇനി ആ ബോർഡറിലായിട്ട് നമ്മൾ മജന്ത കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതായിരിക്കും കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക. പിന്നെ ആ ഫോട്ടോ ഒട്ടിച്ചേക്കുന്നതിന് മുകളിലായിട്ട് ഒരു OHP ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അടിപൊളി ഗിഫ്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.